എല്ലാവർക്കും നമസ്കാരം. നമുക്ക് 7ാം ക്ലാസ്സിൻ്റെ മാത്സ് ആണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. 4th ലെസൺ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് അറിയാവുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അറിയാം. അത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അല്ലേ? ഇത് 4 എണ്ണമാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് 4 എണ്ണമല്ലാതെ 5ാമതുള്ള ഒരു ഓപ്പറേഷൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലെസണാണിത്. മാത്സ് ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് പോലും മാത്സിനോടൊരു പ്രണയം തോന്നും. അത്രയ്ക്കും എളുപ്പമാണ്. ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, മാത്സ് ഇഷ്ടമില്ലാത്ത, മാത്സ് അത്രയ്ക്ക് പിടുത്തമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. കുറച്ച് ഇൻഡു ചെയ്യലൊക്കെയാണ്. അപ്പോൾ ഇൻഡു ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഫുള്ള് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് റിപ്പീറ്റഡ് അഡിഷൻ? നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം എൻ്റെ മോൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ അവനെ കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചതാണ്. റിപ്പീറ്റഡ് അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്യാൻ വരാം. ഇപ്പം ഒരു 2 എന്ന നമ്പർ എടുക്കാം. 2. അപ്പോൾ 2 എന്ന് പറയുന്ന അതേ നമ്പർ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ 2 + 2 4 + 2 6 + 2 8 + 2 10 ആൻസർ കിട്ടി. അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? എത്ര പ്രാവശ്യമാണ് 2 ആഡ് ചെയ്തത്? 5 ടൈംസ്. അപ്പോൾ നമുക്ക് 5 × 2 = 10 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്പറുകൾ ഇങ്ങനെ ആഡ് ചെയ്യണതിന് നമ്മൾ എന്ത് പറയും? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഇനി റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആയാലോ ഇരിക്കും. ഇപ്പോൾ 2 എടുക്കാം നമുക്ക്. 2 × 2 × 2 × 2 × 2 നമ്മൾ ചെയ്തു വിചാരിക്കും. 2 × 2 4 × 2 8 × 2 16 × 2 32 ആൻസർ കിട്ടി. മനസ്സിലായോ? ഇങ്ങനെ ഒരേ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇൻഡു ചെയ്യുന്നതിന് ആണ് ഈ ലെസണിൽ പറയുന്നത്. ഇങ്ങനെ ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. അതായത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ പറയുന്ന ഒരു പേരാണ് എക്സ്പൊണൻഷിയേഷൻ. എന്താ പറയുക? എക്സ്പൊണൻഷിയേഷൻ. വായ കൊള്ളാത്ത പേരാണ്, പക്ഷെ പേടിക്കണ്ട, വലിയ പേരാണെങ്കിലും പാവത്താനാണ്. നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എക്സ്പൊണൻഷിയേഷൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ നിരത്തി ഇങ്ങനെ 2 × 2 × 2 ഇങ്ങനെ ഇട്ട് പോകുന്നതിന് പകരം ഇവിടെ 2 + 2 + 2 + 2 എന്ന് ചെയ്യണതിന് പകരം നമുക്ക് എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 5 എത്ര പ്രാവശ്യമാണ് ആഡ് ചെയ്തത്? ആ നമ്പർ എടുത്തു. എത്ര പ്രാവശ്യം ആഡ് ചെയ്തു? 1 2 3 4 5. അപ്പോൾ 5 × 2 എന്ന് ചെയ്തു അല്ലേ? എന്ന പോലെ ഇവിടെ എത്ര പ്രാവശ്യമാണ് 2 ഇൻറ്റു ചെയ്തിരിക്കുന്നത്? അത് 2 എഴുതിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറുതാക്കിയിട്ട്, ഈ 2ൻ്റെ അത്രയും വലുപ്പത്തിൽ എഴുതാൻ പാടില്ല, ചെറുതാക്കിയിട്ട് എത്ര പ്രാവശ്യം ഇൻറ്റു ചെയ്തു അതിങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇതിനെ 2⁵5 എന്ന് പറയും. എങ്ങനെയാണ് വായിക്കുക? 2⁵5. ഓക്കെ, = 32. 2⁵5 എന്ന് വെച്ചാൽ 2 ഇങ്ങനെ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇൻഡ്യൂ ചെയ്യാന്ന് അർത്ഥം. ഇത്രയുള്ള എക്സ്പൊണൻഷിയേഷൻ കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് ഓരോ നമ്പറുകളുടെ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ള, അത് ഫ്രാക്ഷൻ വരുന്നുണ്ട്, ഡെസിമൽ വരുന്നുണ്ട്, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. എളുപ്പല്ലേ ലെസൺ? അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. പേജ് നമ്പർ, അപ്പോൾ അതിന് മുന്നായിട്ട് പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി കൃത്യമായിട്ട് ഞാൻ ലെസണുകൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ പാർട്ട് എവിടെ ചേച്ചി, ഈ പാർട്ട് എവിടെ ചേച്ചി എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇടാൻ വരരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ അപ്ലോഡ്സും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ ലെസൺ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി ഇത് സ്കൂളിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് വേഗം തന്നെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അടുത്ത ലെസൺ എടുക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ട്, നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള മറ്റ് ഫ്രണ്ട്സിനൊക്കെ ഇത് പറഞ്ഞ് എന്താ പറയുക ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വലിയ കാശ് ചിലവൊന്നുമില്ലല്ലോ ലൈക്ക് ചെയ്യാനായിട്ട്. ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. പേജ് നമ്പർ 52 നൗ കമ്പ്യൂട്ട് ദീസ് പവേഴ്സ്. അയ്യോ സോറി, ഒരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത് 2⁵ അല്ലേ. 2⁵ എന്ന് പറയുമ്പോൾ ഈ 5നെ 2ന്റെ പവർ എന്ന് പറയും. 5ന് 2ന്റെ എന്താ പറയുക പവർ എന്നും പറയും, എക്സ്പൊണന്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ 2 ഇങ്ങനെ റേസ് ടു ഇട്ടിട്ട് ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിനെ എക്സ്പൊണൻഷിയേഷൻ എന്ന് പറയും. ആ മുകളിൽ കിടക്കുന്ന നമ്പർ എത്ര പ്രാവശ്യമാണോ ഈ നമ്പർ നമ്മൾ ഇൻഡ്യൂ ചെയ്യാൻ പോകുന്നത് ആ നമ്പറിനെ എന്താ പറയുക എക്സ്പൊണന്റ് അല്ലെങ്കിൽ പവർ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ കമ്പ്യൂട്ട് ദീസ് പവേഴ്സ്. ഈ പവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. 2⁶. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2⁶ എന്ന് വെച്ചാൽ എന്താണ്? 2 ഇങ്ങനെ 6 പ്രാവശ്യം ഇട്ട് ഇങ്ങനെ ഇൻഡ്യൂ ചെയ്യുക എന്നർത്ഥം. 2 × 6 പ്രാവശ്യം കേട്ടാ. ഇതിൽ തെറ്റുന്നത് ഇങ്ങനെയാണ്, എന്താ പറയൂ തെറ്റുന്നത് ആർക്കും ഈ ലെസൺ അറിയാണ്ട് തെറ്റിക്കില്ല. ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്ന തെറ്റേ ഉണ്ടാവുള്ളൂ ഈ ലെസണിൽ. അത് അല്ലാതെ ഇത് അറിയാണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ലെസണാണ്, ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും ഇത് തെറ്റില്ല. എത്ര ബുദ്ധിയില്ലാത്ത കുട്ടികൾക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധക്കുറവുകൊണ്ട് തെറ്റ് സംഭവിക്കും. അപ്പോൾ 2⁶ എന്നുള്ളതിന് വരെ അപ്പോൾ നമ്മൾ നോക്കണം 6 എണ്ണം ആയാ. അതുപോലെ ഇൻഡ്യൂ ചെയ്യുമ്പോഴും മിസ്റ്റേക്ക് വരരുത്. 2 × 2 4 8 16 32 64 ആൻസർ കിട്ടി. കഴിഞ്ഞു. 3⁶ എന്ന് പറയുന്ന ഒരു പവർ നമുക്ക് തോന്നാം. 3യുടെ പവറാണ് 6. 3⁶. ഇത് നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? 3 × 3 × 3 × 3 × 3 × 3. ചില കുട്ടികൾ തെറ്റിയിട്ട് 6 × 6 × 6 3 ടൈംസ് എഴുതിയിരിക്കും. അങ്ങനെ മിസ്റ്റേക്ക് സംഭവിക്കരുത്. തന്നിരിക്കുന്ന നമ്പർ ഏതാണ്? 3. അതിൻ്റെ മേലെ കിടക്കുന്ന നമ്പർ അതാണ് എണ്ണം കാണിക്കേണ്ടത്. അപ്പോൾ 6 ടൈംസ് 3 മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് അർത്ഥം. 3 × 3 × 3 × 3 × അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് സാധാരണഗതിയിൽ ഇൻഡ്യൂ ചെയ്യുക? 3 × 3 എത്രയാ? 9 27. പിന്നെ 27 × 3 ഇൻഡ്യൂ ചെയ്ത് നോക്കും. പിന്നെ കിട്ടിയ ആൻസർ വീണ്ടും 3 ആയിട്ട് ഇൻഡ്യൂ ചെയ്ത് നോക്കും. പിന്നെ കിട്ടിയ ആൻസർ പിന്നെ 3 ആയിട്ട് ഇൻഡ്യൂ ചെയ്ത് നോക്കും. അങ്ങനെ ചെയ്യും അല്ലേ. അതിന് പകരം നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗ്രൂപ്പ് ചെയ്യാം. വേണമെങ്കിൽ 2 ഗ്രൂപ്പ് വീതമാക്കാം. 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കാം. 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കിയപ്പോൾ 3 × 3 എത്രയാണ്? 9 ഇൻറ്റു ഈ 3 × 3 9 ഈ 3 × 3 9. അപ്പോൾ 9 × 9 81. 81 ഇൻറ്റു 9 72 ആണ്. 729. ഒറ്റ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തതിൽ നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പതല്ലേ. വേറെ തരത്തിൽ ഗ്രൂപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് 6 എണ്ണമല്ലേ ഉള്ളത്. 3 എന്ന് പറയുമ്പോൾ 3 × 3 × 3 × 3 × 3 × 3. ഓക്കെ 6. ഓക്കെ 6 നമ്പേഴ്സ്. ഇനി ഇതിനെ 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കാം. വേണമെങ്കിൽ 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പാക്കാം. അപ്പോൾ എന്ത് വരും? 9 × 3 27. ഇതും 27. 27 ഇൻറ്റു 27 വരും. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരാം? 729 കിട്ടും. ഇങ്ങനെ ആകുമ്പോഴും നമുക്ക് ഒറ്റ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തുമ്പോൾ 27 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടില്ല. 27 × 3 എത്രയാണ്? അപ്പോൾ നമുക്ക് കൂടി ഇൻറ്റു ചെയ്ത് നോക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ അത് കിട്ടിയ ആൻസറിൻ്റെ അടുത്ത് വീണ്ടും 3 ഇൻറ്റു ചെയ്യണം. പിന്നെ ലാസ്റ്റ് 3. ഇനിയിപ്പോൾ 3⁹ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഓരോ പ്രാവശ്യം ഇൻറ്റു ചെയ്ത് പോകണ്ടേ. അപ്പോൾ അതിനേക്കാൾ എളുപ്പം തന്നെയല്ലേ ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. 2 എണ്ണോ 3 എണ്ണോ ഒക്കെ ആക്കിയിട്ടുള്ള ഗ്രൂപ്പുകളാക്കാം. 4 എണ്ണം എന്നുള്ള ഗ്രൂപ്പ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഇനി 2⁹ 9 പ്രാവശ്യം 2കൾ എങ്ങനെ ഇട്ടു. അപ്പോൾ ഇത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇത് നമുക്ക് 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കാം. 9 എണ്ണമല്ലേ. അപ്പോൾ 3 എണ്ണം വീതം 3 ഗ്രൂപ്പ് വരും.
ഇഷ്ടമുള്ള പോലെ ചെയ്യാം. 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും, ഇങ്ങനെ വരും അല്ലേ. 2 × 2 × 2 എന്ന് പറയുമ്പോൾ 8 × 8 × 8 എന്ന് വരും. അപ്പം എത്ര വരാ? 8 × 8 64 × 8. ഒരു പ്രാവശ്യം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 5 12 കിട്ടി. ഇനി ഇങ്ങനെ അല്ലാണ്ട് വേണമെങ്കിൽ 4 എണ്ണമുള്ള ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. 4 എണ്ണമുള്ള ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ വരാറില്ല, ഇവിടെ വരാറില്ല അല്ലേ. അപ്പം 4 എണ്ണം ആകുമ്പോൾ എത്ര വരാ? 2 × 2 4 8 16 × 16 × 2 വരും. ഒരു 4 എണ്ണം ഇതൊക്കെ ഒരു 2 ബാക്കി വന്നു, കുഴപ്പമില്ല. അപ്പം 2 ലാസ്റ്റ് എടുത്തിടാന്ന് മാത്രം. പേജ് നമ്പർ 52-ല് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നു. നൗ കമ്പ്യൂട്ട് ദീസ് പവേഴ്സ്. 2 raised to 6 ചെയ്തൂടെ? 2 ഇങ്ങനെ 6 2 × 2 × 2 × 2 × 6 എന്ന് ചില കുട്ടികൾ എഴുതിയിരിക്കും. 2 raised to 6 എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് തെറ്റ് സംഭവിക്കുക, ശ്രദ്ധക്കുറവുകൊണ്ടാണ്. 2 raised to 6 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? 6 times 2 × 2 × 2 × 2 × 2 ചെയ്യുക. എന്നിട്ട് അതിന് ഇൻറ്റു ചെയ്യുക, ഗ്രൂപ്പ് ചെയ്തിട്ട് ഇൻറ്റു ചെയ്യുക. 3 raised to 8 ചെയ്തൂടെ? അതൊക്കെ എളുപ്പമാണ്. 4 raised to 4 2 raised to 9 10 raised to 6 1 raised to 10 കണ്ട 1 raised to 10. അപ്പോൾ ഇങ്ങനെ 1 ഇങ്ങനെ 10 പ്രാവശ്യം നിരത്തി എഴുതി ഇൻറ്റു ഇട്ടിട്ട് എത്രയാണ് ആൻസർ കിട്ടുക? 10 അല്ല, 100 അല്ല, 1000 അല്ല, 1,00,000 പ്രാവശ്യം 1കൾ ഇങ്ങനെ നിരത്തി ഇൻറ്റു ചെയ്താലും എത്രയാണ് ആൻസർ കിട്ടുക? 1. മനസ്സിലായില്ലേ? ഇനി അടുത്തിട്ട് 100 raised to 4 നോക്കിയേ. 100 raised to 4 10 അല്ലെങ്കിൽ 100ൻ്റെ ഒക്കെ കണ്ടുപിടിക്കാൻ നല്ല സുഖമാണ്. 100 × 100 × 100 × 100. 4 പ്രാവശ്യമാണ് 100 നമുക്ക് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 100 ആകുമ്പോൾ അല്ലെങ്കിൽ 10 100 അല്ലെങ്കിൽ മറ്റേ 1000 അങ്ങനത്തെയൊക്കെ സാധനങ്ങളാകുമ്പോൾ ആൻസർ എന്താ വരാ? ഇൻറ്റു ഒന്നും ചെയ്ത് നോക്കണ്ട, 1 ആദ്യം ഇട്ട് കൊടുക്കുക. മൊത്തം എത്ര 0 ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ആ 0 ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. 2 4 6 8 0 ഉണ്ട് മൊത്തം അല്ലേ. 8 0 ഇട്ട് കൊടുക്കണം. മനസ്സിലായി? 0 ഒക്കെ ഇടുമ്പോൾ മര്യാദയ്ക്ക് ഇടണം കേട്ടാ. എനിക്കൊരു കുഴപ്പമില്ല, 0 ഇടുമ്പോൾ ഇങ്ങനെ ഇടും. എന്നിട്ട് 6 ആയിട്ട് വിചാരിച്ചിട്ട് എനിക്ക് മാർക്ക് പോകും. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് അപ്പോൾ അതുകൊണ്ട് 0 ഇടുമ്പോൾ സൂക്ഷിച്ചോളോ. എന്താ അപ്പം എത്ര കിട്ടിയ ആൻസർ? ഇതാണ് ആൻസർ. മനസ്സിലായില്ലേ? അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പവർ ഓഫ് 10. 10ൻ്റെ പവർ. 10ൻ്റെ പവർ ഏതൊക്കെയാണ്? 10 raised to 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 വേറെ 10ഉമായിട്ടൊന്നും ഇൻറ്റു ചെയ്യണമെങ്കിൽ 10 തന്നെ, ഒറ്റ പ്രാവശ്യം മാത്രം. അപ്പോൾ 10 തന്നെ അല്ലേ ആൻസർ വരാ. 10 raised to 2 എന്ന് പറഞ്ഞാലോ? 10 raised to 2നെ 10 സ്ക്വയർ എന്ന് പറയും. ഏതൊരു നമ്പറിൻ്റെയും raised to 2 വന്നു കഴിഞ്ഞാൽ സ്ക്വയർ എന്ന് പറയും. ഇപ്പോൾ 2 raised to 2 വന്നാൽ 2 സ്ക്വയർ, 3 raised to 2 ആണെങ്കിൽ 3 സ്ക്വയർ, 5 raised to 2 എന്ന് പറയുകയാണെങ്കിൽ 5 സ്ക്വയർ, അങ്ങനെ സ്ക്വയർ പറയും. 3 ആണ് വരുന്നതെങ്കിലോ raised to 3 ആണെങ്കിൽ ക്യൂബ്ഡ് എന്ന് പറയും. 10 raised to 3 വരികയാണെങ്കിൽ 10 ക്യൂബ്ഡ് എന്ന് പറയാം. 2 raised to 3 വരികയാണെങ്കിൽ 2 ക്യൂബ്ഡ്, അങ്ങനെ. മനസ്സിലായില്ലേ? അതിൻ്റെ എക്സ്പോണൻ്റ് 3 ആണെങ്കിൽ ക്യൂബ്ഡ് പറയും, 2 ആണെങ്കിൽ സ്ക്വയർ എന്ന് പറയും. ഏത് നമ്പർ? 10 സ്ക്വയർ എത്രയാ? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10 അല്ലേ, ഈക്വൽസ് 100. ഇനി 10 raised to 3 അതായത് 10 ക്യൂബ്ഡ് എന്നാൽ 10 × 10 അല്ലേ. അപ്പോൾ ഒന്നിട്ടിട്ട് എത്ര പൂജ്യം ഇടണം? 3 പൂജ്യം ഇട്ട് കൊടുത്തു. അപ്പോൾ 1000 കിട്ടി. 10 raised to 4 അടുത്തത് അതെങ്ങനെ പോവും? പവേഴ്സ് ഓഫ് 10. 10 × 10 എന്ന് പറയുമ്പോൾ 1 ഇട്ടിട്ട് 4 zeros ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10,000 കിട്ടി. അപ്പം ഇങ്ങനെ പോകും അല്ലേ. ഇനി 10 അല്ലാണ്ട് 100ൻ്റെ ഒരു പവർ തരാണെങ്കിൽ അതിനെ 10ൻ്റെ പവറാക്കി മാറ്റി നമുക്ക് എഴുതാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പം 100 raised to 4 എന്ന് പറയുന്ന ഒരു നമ്പർ വന്നു. 100 raised to 4. അപ്പം അതെങ്ങനെ വരാം? 100 × 4 ടൈംസ് ഇൻറ്റു ചെയ്യണം അല്ലേ. ഇങ്ങനെ വന്നു. അപ്പോൾ മൊത്തം എത്ര 0 ഇട്ട് കൊടുക്കണം നമ്മൾ? മൊത്തം 8 zeros ഉണ്ട്. ഇതിനെ 10
ടെന്നിൻ്റെ പവറാക്കി നമുക്ക് എഴുതാൻ സാധിക്കുമോ? 10 എത്ര ഇട്ടാലാണ് ഇത് ശരിയാവുക? എത്ര 0 ഉണ്ടോ അതായിരിക്കും 10ൻ്റെ പവർ ഇട്ട് കൊടുക്കേണ്ടി വരിക അല്ലേ? അപ്പോൾ നമ്മൾ എത്ര 8, അപ്പോൾ 10 എഴുതാം. ശരിയല്ലേ? ഈ നമ്പർ എന്ന് പറയുന്നത് 10 ഈക്വൽ ആണ്. 10 എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇട്ടിട്ട് 10 ഇങ്ങനെ 8 പ്രാവശ്യം യൂസ് ചെയ്യുക, അതായത് 1 ഇട്ടിട്ട് 8 zeros. അതിനുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം, ബാക്കി പിന്നെ.